ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സിമ്പിൾ ഡേയ്സ് ഡേ. ഇതൊക്കെ ഇവയുടെ ഡ്രസ്സുകളാണ്. ആ കബോർഡ് ആകെ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ആദ്യം തന്നെ കബോർഡിലുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് പുറത്തേക്ക് വലിച്ചിട്ട് എന്നിട്ട് ആദ്യം തൊട്ട് മടക്കി ഒതുക്കി വയ്ക്കാന്നുള്ള ഒരു പ്ലാനാണ്. അങ്ങനെ ഇവ കയറി പരതുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ കാണാതെ പോയ ഒരു സാധനം കണ്ടിട്ടിയത്. ഇത് വേറൊന്നുമല്ല, നമ്മളെ കണ്ണടയൊക്കെ തുടയ്ക്കണ ആ ചെറിയ ടവലില്ലേ, അതാണ്. അത് ഇവയേട്ടൻ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിരുന്നതാണ് കവറിലൊക്കെ ആക്കിയിട്ട്. പക്ഷേ വെച്ച സ്ഥലം അവൾ മറന്നുപോയി. ഈ റൂം മൊത്തം പരതിയിട്ട് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തായാലും കിട്ടി. ഞാനിഞ്ഞത് മറക്കാതിരിക്കാൻ കണ്ണാടയുടെ കൂടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെച്ച്, ഞാൻ എപ്പോഴും സൈസ് അനുസരിച്ചിട്ടാണ് അവളുടെ ഡ്രസ്സുകൾ അടുക്കി വെക്കാറ്. അപ്പോൾ നമുക്ക് ഓരോ അടുക്കും ഇന്ന സൈസാണ്, അത് കുറഞ്ഞത് ഏതാ കൂടിയത് ഏതാന്നുള്ളതൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കണതിനിടയ്ക്ക് സൈസ് കുറഞ്ഞ ഉടുപ്പുകൾ അങ്ങനെ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി പുറത്തേക്ക് വെക്കും. എന്നാൽ അവൾക്ക് ഡെയിലി ഇട്ട് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ എല്ലാം അടുക്കാക്കി വെച്ച് കുറച്ച് ഡ്രസ്സും മടക്കി കഴിഞ്ഞപ്പോൾ ഞാനത് കൊണ്ടുപോയി അലമാറയിൽ വെച്ച്. പിന്നെ അലമാറയിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ വൈപ്പും പിന്നെ സോക്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വായ്പ കഴിഞ്ഞ പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ട്. പിന്നെ സോക്സിലും ചെറിയ സോക്സും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപയോഗിച്ച് നാശമായ സോക്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി. പിന്നെ അവളുടെ എന്തോ ടോയുടെ ബോക്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എന്നിട്ട് വന്ന് ബാക്കി തുണികളൊക്കെ മടക്കി വയ്ക്കുകയാണ്. അതിനിടയ്ക്കാണ് അവളുടെ പട്ടുപാവാടയൊക്കെ ഞാൻ കണ്ടത്. ഇത് ഒന്നാം പിറന്നാളിൻ്റെ പട്ടുപാവാടയാണ്. ഞങ്ങളുടെ ഒന്നാം പിറന്നാളൊക്കെ ഇവിടെയായിരുന്നു. അപ്പോൾ അന്നിട്ട പട്ടുപാവാടയാണ്. നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോവാം. നാട്ടിൽ പോകണം എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല, എന്തായാലും പോകുമല്ലോ, അപ്പോൾ കൊണ്ടുപോവാം. പിന്നെ അടുത്ത പാവാട ഓണത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പ് അവിടെയൊക്കെ തിരഞ്ഞു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പിന്നെ എല്ലാം ഒന്ന് വെച്ച് നീറ്റാക്കി എടുത്ത് ആ പരിപാടി കഴിഞ്ഞ് ഇനി ഇവിടെ ഡെയിലി ഇട്ട് കൊടുക്കുന്ന കുറച്ച് ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഡ്രസ്സ് ഉടുപ്പുകളൊക്കെ നല്ലോണം ഇറക്കം കുറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. പിന്നെ ക്ലോത്ത് ഡയപ്പർ ഉണ്ട് അവളുടെ, അതും ഒന്ന് ബട്ടൺ പോയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി. ചില ഡ്രസ്സുകളൊന്നും ഒഴിവാക്കാനേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അതുമൊക്കെ ഒന്ന് ഒഴിവാക്കി. ഇനി അതൊരു കവറിലാക്കി കഴിഞ്ഞ് ഗാർബേജിൽ കൊണ്ടിടാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.